കടിക്കുവേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ചീപ്പ്, നിങ്ങളെല്ലാവരും സ്വന്തം ചീപ്പ് പാലത്തിലാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ സ്രാവിനെ പിടിക്കും. അവിടെ ഒരു സ്രാവ് ഒന്ന് ചാടി കാണിച്ചു, അതായത് മുകളിൽ ചാടി ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. അപ്പോൾ അതിനെ കിട്ടുമോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ജീവനുള്ള കണവനെയും കൊരുത്തിട്ട് ഇങ്ങനെ കാത്തിരിക്കാനാണ്. എന്തായാലും ഇത് ചൂണ്ട സെറ്റ് ചെയ്യുന്നതും വയറ്റ് സെറ്റ് ചെയ്യുന്നതും എല്ലാം നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇല്ലേ ഉണ്ടടാ. എമ്പല്ലി പിടിക്കാൻ പോകുന്നടാ ദിശ. എൻ്റെ അഭ്യാസം ഇവിടെ അല്ല കാട്ടേണ്ടത്, വെള്ളത്തിൽ. റോളറാ, വാടാ മോനെ, വാടാ. ജീവനുള്ള പെടക്കണ കണവനായിട്ടാ. എന്താ കേട്ടോ നോക്കാം. സ്രാവ് പിടിക്കോ ചെമ്പല്ലി പിടിക്കോടാ? എന്താണ്ടാ അങ്ങനെ ഒരു ടാക്ക്? ചെമ്പല്ലി എങ്കിലും പോയണ്ട. ഇതിലെ കണവയ്ക്ക് പോയപ്പോൾ പറ്റിയതാ. എനിക്കൊന്ന് കണവയുടെ മഷിയാന്ന് തോന്നുന്നു. അമൂറിനിടാൻ പോയില്ല. ഒരു കൊഞ്ചിരിക്കുന്നതൊക്കെ ഉണങ്ങി ചത്ത്. റോളങ്ങ് എടുത്തോണം കേട്ടാ, മീൻ എടുത്തെന്ന് പറയുമ്പോൾ. അഴിച്ചിടാണോ വരച്ച് കൊടുക്കണം? ഞാനങ്ങ് പറയാൻ കണക്കങ്ങ് ചെയ്തേച്ചാൽ അവിടെ എത്തുമ്പോൾ അറിയാം. സ്രാവിന് വേണ്ടി നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കാത്തിരിക്കേണ്ടി വരത്തില്ല കേട്ടോ. കാരണം ഇത് ഒഴുകി പോകുമ്പോൾ സ്രാവ് കണ്ട ടക്കെന്ന് അടിച്ചെടുത്തോളും കേട്ടോ. സ്രാവ് ഇറങ്ങി പുറത്ത് പോയിട്ടില്ല കേട്ടോ, എൻ്റെ അകത്തുണ്ട്. അങ്ങ് പോവും. ഇത് മീൻ വഴി കടലിൽ കൊണ്ടേ കയറ്റി ചരിത്രമൊക്കെ കൊണ്ടുവിടുന്നു. ഈ റോളെടുത്ത് വെള്ളത്തിൽ ഇടും ഒരു മീൻ. അങ്ങ് എത്തുമ്പോൾ റോള് വെള്ളത്തിൽ ഇടാം, എന്നിട്ട് അവിടെ ഒരാൾ എറിഞ്ഞ് പിടിക്കും. കാണാൻ പെട്ടാലും പിടിക്കും. അന്ന് നമുക്ക് പറ്റുന്നില്ലേ പിടിച്ചത്? എടാ എടുത്തറ റോളറാ. ഇളക്കി പറ പൂട്ടട്ടാ. സ്രാവല്ലേ ചാടിയാ? ഞാൻ കണ്ടില്ല. സ്രാവ് ചുറ്റി എടുത്തറ മോനെ. സ്രാവ് വിടത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിടത്തില്ല. പിടിച്ചു അത് ഞാൻ ഇറങ്ങിക്കോളാം. അത് അതൊന്നും നീ നോക്കണ്ട. നമ്മളെ കരയെ കയറ്റുന്നപ്പ കയറ്റിയിരിക്കും മോനെ. ആരെല്ലാം ഹീട്ടെങ്കിൽ വീഡിയോ എടുപ്പിക്കായിരുന്നില്ലേ? നീ അങ്ങ് വീഡിയോ എടു, അങ്ങോട്ട് തരാം. റോളൊന്നും പിടിക്കണ്ട, വിടാതിരുന്നാ പോരെ. ഇപ്പൊ ചാടും. ചെറുതാണ്. ആരെങ്കിലും കിട്ടിയെങ്കിൽ വീഡിയോ എടുപ്പിക്കായിരുന്നു. വേണ്ട, അത് നീ അല്ലിതെടുത്ത് നിന്റെ കഴുത്തിയണം. എനിക്ക് കിട്ടും. എവിടെ എത്തി? മുമ്പോട്ട് ഓടിയായിരുന്നു കേട്ടടാ. ഇല്ല അത്ര മൊത്തം അങ്ങ് ചുറ്റി എടുക്കല്ലേ കേട്ടാ. അതാ മുമ്പോട്ട് വരുന്നു. കാണാൻ നോക്കിക്കോ. കണ്ടാ ഇല്ല നമ്മള് ആറ്റുവാള പിടിക്കാൻ പോത്തില്ലേ, അതേ കണക്ക് കിടക്കണേ.
ഇവിടുന്ന് കയറ്റുമോ അവിടെ പോയി കയറ്റുമോ? അവിടെ കൊണ്ടേ കയറ്റാക്കത്തുള്ളൂ, ഇറങ്ങി എടുക്കുമല്ലേ. വയ്യ പോ അയാളെ നാക്ക് പൊന്ന കേട്ടോ. എന്നിട്ട് സാറേ പോവല്ലേ, അവിടെ എറിഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞു. കണ്ട കളിപ്പിക്കാൻ അതിന് ഞാൻ വലിച്ചേരി ചിലപ്പോൾ അകത്തോട്ട് ഓടിക്കളാം. ഇവിടെ അകത്തോട്ട് ഓടി ഇത് പൊട്ടിപ്പോവും. പുറത്തോട്ട് പറയുന്നു. ഇറങ്ങുമല്ലേ, ഇറങ്ങാൻ നിങ്ങൾ വാഹനത്തിനെ പിടിച്ച് കരക്ക് എത്തിക്കരുത്. ഒരു ചോദ്യം ആ വലിച്ചൂടെ കൊണ്ടങ്ങ് വയ്ക്കും. മാറി ഞാൻ പറഞ്ഞു. അത് അറിയാ അത് ഏറത്തില്ല, തിരിച്ചിറങ്ങി കാട്ടിലുടക്കി കിടക്കുന്ന കേട്ടാ. അതെങ്ങനെ എടുക്കും? കുട്ടോ അങ്ങോട്ടങ്ങോട്ടാ പോകുന്നോളറാ. ഒരു കാര്യം ചെയ്യാം, ഇളക്കി വിടാം എന്നിട്ട് വലിക്കാം. പൊക്കി വിട്ടല്ലേ? ആ വിട്ടോ. ആരും കാണണ്ടോ സ്രാവിനെ പിടിക്കുന്നത്? സ്രാവ് വലിയ മീനാ. കാലിക്കുരുങ്ങല്ലേ? വാലി പിടിക്കണേ കേട്ടാ. ഇല്ല ലൈൻ പിടിക്കല്ലേ, ഞാൻ പിടിച്ച് വെച്ചുതരാം. വാലി പിടി, കടി വീഴല്ലേ. രണ്ട് കൈ കൊണ്ട് പിടിയിടാ, പതുക്കെ വെച്ച് കയറുക. കടിക്കുവേ, വിടല്ലേ. ഞാൻ ഇറങ്ങിയാൽ മതിയായിരുന്നു. പാടുണ്ടല്ലേ? അവൻ രക്ഷപ്പെടാൻ നോക്കുന്നില്ല, അവൻ്റെ ജീവനല്ലേടാ. ഒരു കാര്യം ചെയ്, പൊക്കെ അല്ല ഇതിനകത്ത് പോയി ആദ്യം ട്യൂബിൽ. റിലാക്സ് ചെയ്. ഇല്ല അവൻ കുറെ ബിരിയാണിയൊക്കെ തിന്നുന്നത് അവനെ കൊണ്ട് പറ്റും ഇല്ലടാ. കൈ വെച്ച് കൊടുക്കല്ലേ ഭായി. അഖിലേ എനിക്കറിയാം, അതല്ലേ എൻ്റെ അടുത്ത് വെച്ചേ. നീ ഒരു കാര്യം ചെയ്യും, 2 സ്റ്റെപ്പ് മേളിൽ കയറുക. അനങ്ങുന്നില്ല, സ്രാവ് അനങ്ങുന്നില്ല. കയറുക, 2 സ്റ്റെപ്പ് കയറ്. അങ്ങനെ തന്നെ വെച്ചോണ്ട് കയറ്. പൊക്കാവോ? ഇല്ല ഞാൻ പറയാവേ, ഞാൻ റെഡി ആവട്ടെ. ഓക്കെ, ഇപ്പം നീ പൊക്ക്. ഇവിടെ ഞാൻ പിടിച്ചിട്ടില്ല. ഇവിടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പിടിച്ചോണേ. ഇവിടെ എൻ്റെ കൈ പിടുത്തമില്ല, നീ എല്ലായിടും കൂടെ നീ പിടിച്ചു വെച്ചിരിക്കുന്നു. ചെറു എൻ്റെ പൊന്നെ കേട്ടുന്ന പാട്. ഈ എന്തോടെ കൈയൊക്കെ തന്നെ എടുക്കുന്നു. അമ്മാതിരി അടിവൻ കിടന്ന് നല്ല ഉക്കാനായിട്ട് ഇങ്ങനെ ധൈര്യം നിൽക്കുന്നത്. തീരെ സ്റ്റാക്കില്ല പൊട്ട കൈ വൃത്തി. ഹലോ, വീഡിയോ പോലെ
വരല്ലേ ഹലോ ഗൈസ് 50 രൂപ തൊടുന്നതിന് വാ ഒരു 50 രൂപ. ഹലോ ഗൈസ് ആണ്ടെ ഒക്കെ ഒക്കെ ഹലോ ഗൈസ് ഞാൻ അരമണിക്കൂർ അവിടുന്ന് കിട്ടിയാണ് ഇവിടുന്ന് കിട്ടിയാണ് ഹലോ ഗൈസ് വലിയൊരു സ്രാവ് നോക്ക് നോക്ക് ഇപ്പൊ പിടിക്കുന്ന പറഞ്ഞാ പിടിച്ചു കഴിഞ്ഞു. ഹലോ ഗൈസ് തരൂ. അപ്പൊ നമ്മുടെ ആകെ ഉണ്ടായിരുന്ന ഒരു കണമ്പുമായിട്ട് പോയ നേരത്ത് നമ്മുടെ ഇക്ക പറഞ്ഞത് അവിടെ ഒരു സ്രാവ് കിടക്കുന്ന ഞാൻ കണ്ടു എറിഞ്ഞു നോക്കാൻ പറഞ്ഞേട്ടോ. അങ്ങനെ എറിഞ്ഞ് ഏകദേശം 2-3 മിനിറ്റിനകത്ത് തന്നെ ഇത് പിടിച്ചിട്ടുണ്ട്. ഇത് നെത്തോലിയല്ല, ഇത് കണ്ട സ്രാവാണ്, നെത്തോലിയല്ല. ഹലോ ഗൈസ് നെത്തോലിയല്ല, ഇത് സ്രാവ് കണ്ട. ഉക്കപ്പൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഞാൻ കൊല്ലത്ത് നിന്ന് ഇപ്പൊ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കി കമ്പിളി കണ്ടം ചുറ്റും കാടാണ് കേട്ടോ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മോൺസ്റ്റർ ഹുക്സ് ജയിച്ചേട്ടൻ്റെ അടുത്താണ് കേട്ടോ. വേറെ നല്ല ഒരു 2 ദിവസം മുന്നേ വന്നിട്ട് മീൻ പിടിക്കാൻ നോക്കിയിട്ട്, അതായത് ഷാർക്കിന് വന്നിട്ട് ഷാർക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ പൊക്കിയ മീനിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നടക്കാൻ പോയി അത്രയ്ക്ക് കയറ്റം കേട്ടോ അവിടെ. ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മളൊരു പരുവവും വണ്ടി റോഡിൽ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്, അവർ വരും. എന്താണ് അവരുടെ റിയാക്ഷൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നേ പറഞ്ഞുള്ളൂ, ചേർമീൻ പിടിക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ വിളിക്കണോ? അപ്പോൾ ഞാൻ കൂക്കടിച്ച് വിളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടക്കാണ് ഷാർക്ക് കേട്ടോ. എന്തായാലും ഇന്ന് തന്നെ വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. ഒരു കൂട്ടം ആളുകളുണ്ട് കേട്ടോ, ഫ്രണ്ട്സ് എല്ലാവരും ആയിട്ട്. ഞാൻ വണ്ടി മുകളിലിട്ടിരിക്കുന്നു. നല്ല വൈബല്ലേ ഇവിടെ? ഒന്നും അടിച്ചില്ല. ഇത് ഡോൾഫിൻ. ആ ഓടുന്നുണ്ട്. മനുഷ്യ ഇത് കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നേ, അപ്പോഴത്തേക്ക് ചത്തുപോകും. അപ്പൊ ഇവനെ നമ്മള് കട്ട് ചെയ്യാൻ പോവാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഇവരെ നമ്മൾ കട്ട് ചെയ്ത് അച്ചാറിടാനുള്ള പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പറയല്ലേ, 7 കിലോ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളെ ഷാർക്ക് അച്ചാറിനുള്ള മീനാദ്യത്തെ നമ്മൾ വറുത്ത് ഏകദേശം ഫ്രൈ ആയിട്ടുള്ളത്. പിന്നെ നമ്മളിത് കോരിയിട്ട് അടുത്ത ഒരു ട്രിപ്പോട് കൂടി ഏകദേശം വറക്കിലെത്തി. സെറ്റായില്ലേ ഇന്ന്? അപ്പൊ നമ്മുടെ ഞാനാ പറയണ്ടേ. അപ്പൊ നമ്മുടെ ഷാർക്കിനെ കൊല്ലത്ത് നിന്ന് നേരെ ഇടുക്കി കൊണ്ടുവന്ന് കുക്ക് ചെയ്ത്, അതായത് അച്ചാറുണ്ടാക്കി അടിപൊളിയായിട്ട് കഴിച്ച് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും പോയി. ഞാൻ ഇന്നിപ്പോ പിറ്റേ ദിവസം രാവിലെ കൊല്ലത്തേക്ക് തിരിക്കാൻ പോയാണ് കേട്ടോ. അപ്പൊ അച്ചാറാക്കതേ നമ്മളെ കുറെ ടിന്നുകളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഷാർക്കിനെ എനിക്ക് തോന്നുന്നത് അധികം ആരും ഒന്ന് അച്ചാറിട്ട് കഴിച്ചിട്ടാന്ന് തോന്നുന്നല്ലേ? ഞാൻ ആദ്യമായിട്ടോ ഷാർക്കിനെ കഴിക്കുന്നത്. ഷാർക്കിനെ ആദ്യമായിട്ട് കഴിക്കാൻ തോന്നുന്നു. എന്തായാലും ഇനി ഇതുപോലെ ഒരുപാട് മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പുഴയിൽ ഒറ്റ സ്രാവിനെ വിടുന്നു. സ്രാവിനെ പിടിച്ച് നമ്മൾ ഇതിനൊക്കെ ടിന്നിലാക്കാൻ പോകണം കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ അടുത്ത സ്രാവിനെ പിടിക്കാം, അടുത്ത അച്ചാറിടാം, അടുത്ത അടിപൊളി വീഡിയോയിലും കാണാം. തങ്ക സൂക്ഷിച്ച് നിന്നെ പിടിച്ച അച്ചാറ്.